അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ് പീഡിതമായ രൂപത്തെ, ഉയർത്തുന്നതിൻ്റെ രൂപത്തെ, രാജാവായി നിൽക്കുന്നതിൻ്റെ രൂപത്തെ, രാജകീയ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവ് അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്നത് നീ ആശീർവദിക്കണമേ. ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ആരുടെയും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റ് മുമ്പിൽ വിചാരണയ്ക്കോ നിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവരെ, മക്കളില്ലാത്തവർ, മക്കളെ ഓർത്ത് മരിച്ചുപോയ മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ, ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ, അവർക്കെല്ലാം മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ വക്കീലോട് എന്ന് പറയുമ്പോൾ വക്കീൽ എൻ്റെ കൂടെ നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞിട്ട് നിൻ്റെ ജീവിതത്തെ തകർത്തരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്ത് കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചിഴപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിന് നിയമപരമായിട്ട് സത്യസന്ധം അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, walk with the precious blood. 3 മക്കളും ഒരു പെൺകുഞ്ഞും മുതിർന്നൊരു പെൺകുഞ്ഞുള്ള ഒരു സന്ദേശത്തെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. അവർ നീ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൽ കർത്താവ് ഉണ്ടെന്നും കർത്താവിടെ കൂടെ അവരുടെ കാര്യങ്ങളത്തിലൊക്കെ അന്വേഷിക്കാൻ കർത്താവ് കൂടെ ഉണ്ടെന്ന് അവർക്ക് വലിയ സന്ദേശമാണ് ഇപ്പോൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കിട്ടാതെ നീണ്ടുപോണ രേഖകൾ
ഗവൺമെൻറ്റിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം, ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ദോഷങ്ങളെയും യേശുക്രിസ്തുനാമത്തിൽ ബന്ധിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സുവിശേഷത്തിലെ പെട്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ കുഴപ്പങ്ങളില്ലെന്ന് തോന്നിയാലും നമ്മൾ സെക്കൻഡ് തോട്ട് വെച്ചാൽ കുഴപ്പങ്ങളുള്ള ചില വചനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങളോട് ഒരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13:8 എടുത്തേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. ഓക്കെ, ക്ലിയർ അല്ലേ? മറ്റു ചില വിത്തുകൾ എന്ത് ചെയ്ത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാൻ കൃപാസനത്തിൽ എൻ്റെ കുർബാന ദിവസം ഈ വചനമാണ് വായിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഞാൻ ആൾക്കാരോട് ചോദിച്ച ഉടനെ പരിശുദ്ധാത്മാവ് മനസ്സിൽ തോന്നിച്ചതാണ്, ഈ നല്ല നിലത്ത് വീണ വിത്ത് എന്തുകൊണ്ട് മേനി വ്യത്യാസം വരണത്? നിലത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇപ്പം നല്ല നിലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ലൂക്ക 8:15 എടുത്തേ. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇതാണ് ഇതിന്റെ കീ വേർഡ്, താക്കോൽ വചനം എന്ന് പറയും. ഇപ്പൊ ഈ നല്ല നിലത്ത് വീണതോ നമ്മൾ ഇപ്പൊ മത്തായി 13:8 നല്ല നിലത്ത് വീണതോ ചില വിത്തുകൾ 100 മേനി, ചിലത് 60 മേനി, ചിലത് 30 മേനിയാണ്. ഇപ്പം നല്ല നിലവെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഈശോ? അതാണ് 8:15 വായിച്ചത്. ഒന്നിന് വായിച്ച്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഫസ്റ്റ് പ്രോസസ് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ. അപ്പൊ ആ ഹൃദയത്തിന്റെ പ്രത്യേകത, ഹൃദയവയറിന്റെ പ്രത്യേകത എന്താണ്? അത് ഉത്കൃഷ്ടമാണ്, ഉദാത്തമാണ്. പിന്നെ എന്താണ്? നിർമ്മലമായ ഹൃദയത്തിൽ വിശുദ്ധമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സംഗ്രഹിക്കുന്ന ആള് ദൈവത്തിൽ നിന്നൊരു വചനം വരുമ്പോ അത് സംഗ്രഹിക്കുന്ന ആൾ ആരാണ്, അവരുടെ നേച്ചർ അനുസരിച്ചാണ് വചനത്തിന് ഫലം ഉണ്ടാകുന്നത്. ഇപ്പം ഏറ്റവും നല്ലവണ്ണം സംഗ്രഹിച്ച ആളാരാണ്? മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറിയമാകട്ടെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നല്ലേ പറയണത്. അപ്പം നല്ല നിലം എന്ന് പറയുന്നത് ഉത്കൃഷ്ടവും. അപ്പം ഇത് മറിയത്തിലേക്കാണ് സംഭവം പോണതേ. ലുക്കാന്റെ സുവിശേഷം 2:51. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം അമ്മ പിക്ചറിൽ പറഞ്ഞ കണ്ടില്ലേ? നല്ല നിലത്ത് വീണതെന്ന് ചോദിച്ചിട്ട് ഉത്കൃഷ്ടവും സംശുദ്ധ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആളായ്മയായിട്ടാണ് ഈ അമ്മ വരേണ്ടത്. അവൻ്റെ അമ്മ പറഞ്ഞ് ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? ഏത് കാര്യമാണ്? പിതാവിൻ്റെ കാര്യത്തിൽ ഈശോ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്നുള്ള ഒരു സഹനകാല സുവിശേഷമില്ലേ? സഹനകാല ചില വചനങ്ങളുടെ പ്രത്യേകത, ഇത് ആ വചനങ്ങൾ നിത്യതയിൽ മാത്രമേ വിരിയത്തുള്ളൂ. നിത്യതയിൽ നമുക്ക് ഇപ്പം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുഴിച്ചിടും അത്. പക്ഷെ വിരിയണ എപ്പോഴാണ്? നിത്യതയിലായിരിക്കും വിരിയണത്. ഭൂമി അത് വെച്ച് വിരിയത്തില്ല. അപ്പം അത് പക്ഷേ ഫലപ്രാപ്തി എന്താ? നിത്യകാലം അത് വളരും. അതുകൊണ്ട് അങ്ങനെ കുറേ വചനങ്ങൾ ആത്മാവിനെ കുഴിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയിൽ നിന്നാണ് നമുക്കതിൻ്റെ ആവശ്യം വരണത്. കാര്യം നിത്യതയിൽ നമുക്ക് വേണ്ടി എത്ര പേര് എക്കാലം പ്രാർത്ഥിക്കും നമുക്കറിയത്തില്ലല്ലോ. മക്കളൊക്കെ പ്രാർത്ഥിക്കും, നമ്മൾ വിശ്വസിക്കണതല്ലേ ഉള്ളു. ആ 2-3 ആണ്ട് കഴിയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അവർ തീരുമാനമാക്കുമല്ല. അപ്പം നമ്മൾ തന്നെ ചില വചനങ്ങൾ
ഭൂമിയിൽ വിരിക്കാന് പകരം നിത്യതയിൽ വിരിക്കാൻ വേണ്ടി ആത്മാവിൽ കുഴിച്ചു വിടണം. അത് മിക്കവാറും എന്താണ് നമുക്ക് മനസ്സിലാക്കാത്ത ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും. യു ഗോട്ട് ദ പോയിന്റ്. കർത്താവ് പരിശുദ്ധാത്മാവിനോട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നുണ്ട്. അതേ സംബന്ധിച്ചാൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാകത്തില്ല നമുക്ക്. 2:48 അവനെ കണ്ടപ്പോൾ വചനത്തെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. വചനത്തിന്റെ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, അവന്റെ അമ്മ വചനത്തോട് പറഞ്ഞു, വചനമാസമാരോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് വചനമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? ഇങ്ങനെ ഈ രീതിയിലുള്ള അനുഭവം തന്നത് എന്താണ്? അത് നമ്മൾ ചോദിക്കണല്ലേ. ഞാൻ ഉടമ്പടി എടുത്ത് ഉപവസിച്ചു, എന്നിട്ട് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. വചനം എടുക്കാത്ത ആൾക്കാരും ദൈവമായിട്ട് ബന്ധമില്ലാത്ത ദൈവത്തിനെതിരെ സംസാരിക്കുന്നവർക്കൊക്കെ ഉദ്യോഗം കിട്ടിയെന്ന് നമ്മൾ ചോദിക്കണല്ലേ. ചില കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എങ്കിലും ചോദിക്കാതെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഓർക്കണം, എന്താ കാര്യം? അത് നിത്യതയിൽ വിരിയേണ്ട വിത്താണ്. ദൈവം എന്താണ് നമ്മളോട് ഇങ്ങനെ ചെയ്തത്? അതിൻ്റെ പേരിൽ ചില അണ്ണന്മാർ ദൈവം ഇല്ലെന്നും പറഞ്ഞ് പോകുന്നവരുണ്ട്. ദൈവം ഇല്ലെന്നും പറഞ്ഞേ, അതായത് നാം നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നതിന് തക്ക ഉത്തരം കിട്ടുകാതിരിക്കുകയും ഒരു പ്രാർത്ഥനയും ദൈവത്തിനെതിരെ ജീവിക്കുകയും വൃത്തികെട്ട ജീവിതം ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഭൗതിക ആനുകൂല്യം കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന്. എന്നിട്ട് നമ്മൾ പുറത്ത് പറയത്തില്ലെങ്കിലും ഒരു നിർമ്മതക്കാരനായിട്ടും സുവിശേഷ ചൈതന്യം ഇല്ലാത്തവനായിട്ടും പ്രാർത്ഥന നമ്മൾ ഊതിക്കെടുത്തു. നിങ്ങൾ ഊതിക്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥനയുടെ ഊതിക്കെടുത്തത് പ്രാർത്ഥിക്കാത്തത് ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ മരവിച്ച് പോകും. അപ്പം നമ്മൾക്ക് വേണ്ടിയാണ് ഈ മാതാവ് ചോദിക്കുന്നത്, മകനെ ഞങ്ങളോട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? കാര്യം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിനക്ക് തരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കണമെന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ നിൽക്കട്ടെന്ന് ചോദിക്കണമായിരുന്നു. ചോദ്യവും പറയുകയൊന്നും ഇല്ലാതെ ഞങ്ങളോട് ചോദിക്കാതെ നീ നിന്ന് നീ ഉണ്ടെന്ന് പറഞ്ഞ് പോയി. യാത്രക്കാരുടെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോയി. പകുതി വഴി എത്തിയപ്പോൾ നീ ഇല്ല. പിന്നെ തിരിച്ച് നടന്ന് പണവുമില്ല. ഇനി എത്ര നാൾ പണിയെടുത്താണോ ആവശ്യപിതാവ് ഈ കാശ് തിരിച്ചു വന്ന കാശ് ഉണ്ടാക്കാൻ? അപ്പോഴേ കൺഫ്യൂഷൻ ഉണ്ടാക്കണമല്ല ദൈവമേ. ഞങ്ങളോട് എന്താണ് നീ ഇങ്ങനെ ചെയ്തത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ? അപ്പം ഇങ്ങനെ അതിന് ഉത്തരവില്ല. ശരിക്കും ഈശോ ഉത്തരം കൊടുത്തതേ ഉള്ളൂ. ശരിക്കും ഉത്തരം കൊടുക്കേണ്ട കാര്യമല്ലത്. ഉത്തരം കൊടുത്തത് നമുക്ക് വേണ്ടിയാണ്. വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം എന്നല്ല, നല്ല കാര്യം, കല്യാണ കാര്യമൊന്നുമില്ലേ. ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടേനല്ലേ എന്ന്. നിങ്ങൾക്കറിയാമല്ലോ പിതാവിൻ്റെ കാര്യം കല്യാണക്കാര്യമല്ല ഒന്ന്. അത് ചോരക്കളിയാണേ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കണത് ചോരക്കളിയാണ്. ആ ചോരക്കളിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോന്ന നിറവും ചോരയുടെ മണമൊക്കെ വന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സംസാരം കൂടും കുറച്ച് കഴിയുമ്പോൾ ഇത് പാഷൻ പ്രഡിക്ഷനായിട്ട് പിന്നെ പുറത്ത് വരും. നമുക്ക് അവിടെ എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അവൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ അതാണ്. അന്ന് അവൻ ചോദിക്കും, പിതാവേ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. അതിന് പകരം അവൻ്റെ അമ്മ അവനോട് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, അത് പിതാവിൻ്റെ കാര്യമാണെന്ന്. എൻ്റെ ദൈവത്തിൽ നിന്ന് വൃത്തിയും മേനയുമായിട്ട് ഉത്തരം കിട്ടാത്ത ഒരു സാധനം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ കാര്യമാണ്. പിന്നെന്താണ്? അത് നിത്യതയിൽ വിരിയേണ്ട വിത്താണ്. എത്ര മേനിയാണെന്ന് നമുക്ക് അപ്പം കാണാം. എൻ്റെ പേര് എൽസ മരിയ സിബി. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നാണ്. എനിക്കിന്നിവിടെ 2 സാക്ഷിയാണ് പറയാനുള്ളത്. ആദ്യത്തേത്, ഞാൻ +2 കഴിഞ്ഞതാണ്. +2 കഴിഞ്ഞപ്പോൾ ഞാൻ അബ്രോഡ് സ്റ്റഡീസ് നോക്കുമായിരുന്നു. 2022 ഞാൻ +2 കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷമായി. ആദ്യം ഞാൻ കാനഡയായിരുന്നു നോക്കിയത്. കാനഡ നോക്കി ഞാൻ IELTS എഴുതി. IELTS എനിക്ക് കിട്ടി. IELTS എഴുതുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. അതിനു മുമ്പേ 2019 അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ രൂപം അതുപോലെ ഉടമ്പടി വസ്തുക്കളെല്ലാം വീട്ടിലുണ്ടായിരുന്നു. എക്സാമിന് പോകുന്നതിന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പം അപ്രതീക്ഷിതമായിട്ട് മാതാവിൻ്റെ രൂപം ശ്രദ്ധയിൽപ്പെട്ടു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇറങ്ങി. എക്സാമിന് ചെന്നു. എക്സാം എഴുതി തുടങ്ങി. റൈറ്റിങ്ങും അതുപോലെ തന്നെ റീഡിങ്ങും 1 മണിക്കൂറാണ്. റൈറ്റിംഗ് ഞാൻ എഴുതി തീർത്തു, അതുപോലെ തന്നെ റീഡിങ്ങും തീർത്തു. പക്ഷേ ഇത് രണ്ടും എഴുതി കഴിഞ്ഞപ്പം എവിടെന്നോ എനിക്ക് എന്തോ ഞാൻ എഴുതിയേക്കുന്നത് തെറ്റാണത് ശരിയല്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു.
അപ്പം തന്നെ ഞാനത് മാച്ചു. എന്നിട്ട് 5 മിനിറ്റ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം. ആ 5 മിനിറ്റിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആലോചിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. എവിടെ എനിക്ക് ഉത്തരങ്ങൾ എൻ്റെ ഉള്ളിലോട്ട് വന്നു, ഞാനത് എഴുതി. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് ഓവറോൾ 6 ഒക്കെ പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ, പക്ഷേ എനിക്ക് ഓവറോൾ 7 കിട്ടി. റീഡിങ്ങിന് എനിക്ക് 7.5 ഉണ്ടായിരുന്നു. അതുപോലെ നല്ല സ്കോർ നിന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കാനഡ പ്രോസസ്സിങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മൊത്തം തടസ്സങ്ങളായിരുന്നു. ലോണിന് തടസ്സങ്ങൾ, അങ്ങനെ മൊത്തം തടസ്സം. അത് കഴിഞ്ഞപ്പോഴത്തേനും കാനഡയിലെ നിയമങ്ങളൊക്കെ മാറ്റി. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊരിതായി. അവിടെ ഞാൻ പോകണ്ട എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ UK നോക്കുന്നത്. UK ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പായിരുന്നു ഞാൻ നോക്കിയത്. ആദ്യം എനിക്ക് 3 യൂണിവേഴ്സിറ്റീസിൽ നിന്നായിരുന്നു ഓഫർ വന്നത്. 3ലും ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞാലേ അവർ കോൺട്രാക്റ്റ് അയക്കൂ. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, പ്രിപ്പയർ ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാനത് ഫെയിലായി. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് തലേന്ന് ഞാനിവിടെ വന്ന്, അതായത് 13/2/24 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേന്ന് എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ ഉടമ്പടി കാശ് രൂപം എൻ്റെ മാലയിൽ ഞാൻ ഇട്ടേക്കുമായിരുന്നു. കൈ പിടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാനത് വിട്ടുപോയി. അപ്പോൾ ശരിക്കും പ്രാർത്ഥിക്കാനും എനിക്ക് പറ്റിയില്ല. എനിക്ക് ഇൻ്റർവ്യൂവിനൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്, പക്ഷെ എനിക്കൊന്നും പറയാനും ഒന്നിനും പറ്റിയില്ല. അത് കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, ഒന്നും ഞാൻ നോക്കിയില്ല, ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ നോക്കിയില്ല. നോക്കേണ്ട സമയത്ത് മൊത്തം ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഞാൻ കൊന്ത ചൊല്ലി, വിശ്വാസപ്രമാണം ചൊല്ലി, കാശ് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിന് കയറി. ഇൻ്റർവ്യൂവിന് ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒന്നും പറഞ്ഞ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചില്ല, പക്ഷേ എല്ലാത്തിനും എനിക്ക് നന്നായിട്ട് ഉത്തരം പറയാൻ പറ്റി. അവരപ്പം തന്നെ ഇമ്പ്രസ്ഡ് ആയി. എനിക്ക് മനസ്സിലായി അത് കിട്ടുമെന്ന്. അത്രയും നല്ല ഇതിലാണ് അവർ ഇൻ്റർവ്യൂ എൻഡ് ചെയ്തത്. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. പക്ഷേ ലോണിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് അതും പോകാൻ പറ്റിയില്ല, UK പോകാൻ പറ്റിയില്ല. അപ്പോഴത്തേനും 1.5 വർഷം കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ ഇവിടെ നഴ്സിംഗ് നോക്കാം, BSc നോക്കാം, അല്ലെങ്കിൽ ജർമ്മനി നോക്കാം എന്നുള്ള ഇതിലിരുന്നത്. എൻ്റെ ജർമ്മനി നോക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കസിൻ ചാച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു അച്ഛനുണ്ട്, അച്ഛൻ്റെ പേര് ജോസഫ് എന്നാണ്. അപ്പോൾ അച്ഛനിങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ജർമ്മൻ. അപ്പോൾ അച്ഛനോടൊന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, ഭാവിയുടെ കേസാണ്, അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിച്ച് പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇങ്ങനെ 2 തവണ അബ്രോഡ് നോക്കി, അതൊന്നും നടക്കുന്നില്ല, 3ാമത് നോക്കി എന്താവും എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം എന്നെ സ്കൂളിൽ പഠിപ്പിച്ചൊരു സിസ്റ്റർ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് പഠിച്ചോ, ജർമ്മൻ പഠിച്ചോ, നല്ലതാണ്, വേറെ ഒന്നും ആലോചിക്കേണ്ട, പഠിച്ചോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതായിരിക്കും എനിക്കുള്ളത് എന്ന് വിശ്വസിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. എക്സാമിന് ഡേറ്റ് എടുത്തു. അത് കഴിഞ്ഞ് 5-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി 5-ാം തീയതി പുതുക്കി. 28-ാം തീയതി എനിക്ക് എക്സാം ആയിരുന്നു. ഞാൻ എക്സാമിന് പോയി. ചെന്നൈയിലായിരുന്നു എക്സാം. വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ടാണ് പോയത്. ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എക്സാം എഴുതുന്നതിന് മുന്നേ ഉപ്പ് വിതറി. അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ ഉപ്പ് കൊടുത്തു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എക്സാം ഈസി ഒന്നും അല്ലായിരുന്നു, എന്നാൽ അത്ര ടഫ് അല്ലായിരുന്നു. പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. കാരണം എന്നെക്കാളും പ്രാക്ടീസിലൊക്കെ സമയത്ത് നല്ല മാർക്ക് കിട്ടിയിരുന്ന കുട്ടികൾക്കൊക്കെ സ്കോർ ശരിക്കും കുറഞ്ഞൊരു ഫെയിലായിപ്പോയി. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ സ്കോർ വന്നു കഴിഞ്ഞപ്പം എനിക്ക് 60 വേണ്ട സ്ഥാനത്ത് എനിക്ക് 80 തന്ന് അമ്മ മാതാവ് എന്നെ പാസ്സാക്കി. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 13/2 പറഞ്ഞു. ഞാനും അമ്മയും അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ജർമ്മനിയിൽ ഇപ്പോൾ ഈ മാർച്ച് 3 പോവുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി. അതുപോലെ എൻ്റെ വിസയൊക്കെ വെച്ചിട്ട് സാധാരണ എല്ലാവർക്കും 10, 15, 20 ദിവസം എടുക്കുമ്പം എനിക്ക് 7ാമത്തെ ദിവസം വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതുപോലെ തന്നെ വിസയ്ക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. എനിക്ക് കൊച്ചിയിൽ തന്നെ ഡേറ്റ് പെട്ടെന്ന് കിട്ടി, വിസ പെട്ടെന്ന് കിട്ടി, ടിക്കറ്റ് എടുക്കാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 3-ാം തീയതി ഞാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞ പോലെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോറി ഓടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ലോറിയില്ല. ലോറി എടുക്കുന്ന കാര്യത്തിനെ പറ്റി വീട്ടിൽ ഇതുവരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ലോറി എടുക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അപ്പോൾ എന്നോട് ലോറി എടുക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു നോക്കുന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല, പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് അന്ന് അപ്പോൾ ഫോണൊക്കെ വിളിച്ച് അവിടെ ഇരുന്നു. പിറ്റേന്നായപ്പം അപ്പോൾ വേറൊരു ലോറി നോക്കാൻ വേണ്ടി പോയി. അന്ന് ഞാൻ അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ അപ്പയുടെ കയ്യിൽ ഉപ്പും ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു വിട്ടിട്ട് അപ്പം എന്നോട് പറഞ്ഞു ലോറിയിലെ ഉള്ളിൽ വിതറി പ്രാർത്ഥിക്കണം, എന്നിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു വിട്ടു. ഞാൻ അപ്പോൾ പോയപ്പോൾ വീട്ടിൽ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കുള്ളതാണെങ്കിൽ മാത്രം തന്നാൽ മതി, നല്ലതാണെങ്കിൽ മാത്രം തന്നാൽ മതി, തന്നില്ല എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിഷമവും വരത്തില്ല, അതുകൊണ്ട് ആണെങ്കിൽ ഞങ്ങൾക്കുള്ളതാണെങ്കിൽ മാത്രം തന്നാൽ മതി അമ്മ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ലോറി എടുത്തില്ല, വിഷമമൊന്നും ആയില്ല, നല്ലതിനെന്ന് തന്നെ വിചാരിച്ചു. പിറ്റേന്ന് തന്നെ വേറൊരു ലോറിയും പോയി കണ്ടു. അതിനും ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഉപ്പും തൈലവും അപ്പയ്ക്ക് കൊടുത്തു വിട്ടു. അപ്പം പ്രാർത്ഥിച്ചു. ആ വണ്ടി ഞങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് ആ മാസം തന്നെ 28-ാം തീയതി വണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിട്ട് 2 മാസത്തോളം ഓട്ടമില്ലായിരുന്നു. അന്ന് ആ ടൈമിൽ വെഹിക്കിൾസിനൊക്കെ പെർമിറ്റ് കൊടുക്കാനും ഒക്കെ ഭയങ്കര താമസമായിരുന്നു. സാധാരണ എല്ലാ വെഹിക്കിൾസിനും 6 മാസം ഒക്കെ കൂടി പെർമിറ്റ് കിട്ടേണ്ടടുത്ത് ഞങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ പെർമിറ്റ് കിട്ടി. അങ്ങനെ ലോറി ഓടിത്തുടങ്ങി. ആദ്യം കേരള പെർമിറ്റാണ് കിട്ടിയത്. കേരളയിൽ ഓടിത്തുടങ്ങി 1 മാസത്തിനകം ഓൾ ഇന്ത്യ പെർമിറ്റ് കിട്ടി. അങ്ങനെ ഇപ്പോൾ ലോറി ഓൾ ഇന്ത്യ പെർമിറ്റ് ഓടുകയാണ്, അപ്പോഴാണ് ഓടിക്കുന്നത്. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും അമ്മ മാതാവ് തന്നു. 1000 നന്ദി അമ്മ മാതാവിനോട് പറയുന്നു. പിന്നെ ഞാനൊരു യാക്കോബറ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളിയാഴ്ച നൊവേന കൂടുകയും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ കുർബാന കൂടാനും തുടങ്ങി. അതുപോലെ ബൈബിൾ വായന എനിക്ക് വളരെ കുറവായിരുന്നു. 5 മിനിറ്റ് പോലും ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു. അത് മാറി 30 മിനിറ്റ് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഉടമ്പടി ധ്യാനം കാണാൻ തുടങ്ങി. ഞാൻ എല്ലാ ദിവസവും എനിക്ക് കൊന്ത കാണാതെ അറിയില്ല, എന്നാലും നോക്കി വായിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഫോണിൽ വെച്ച് കൊന്ത കേൾക്കും. അതുപോലെ രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥന ജീവിതത്തിലൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഞാൻ പിന്നെ ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ വീടിനടുത്തുള്ളവർക്കും കാണുന്നവർക്കൊക്കെ പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ വഴിയെ സൈഡിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുമ്പം വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. എല്ലാന്നാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഇതിലെന്തെങ്കിലും ഞാൻ ചെയ്യാമായിരുന്നു. പിന്നെ ക്യാൻസർ സെൻറ്റർ, അതുപോലെ വയ്യാത്ത കുട്ടികളെ കാണാനൊക്കെ ഞാനും ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഹോസ്പിറ്റൽസിലും രോഗികളെയൊക്കെ ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവർക്ക് പ്രാർത്ഥനയൊക്കെ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരു 5 വർഷം മുമ്പ് 2019 ഉടമ്പടി എടുത്തതായിരുന്നു. അന്ന് 1 വർഷത്തോളം ഞാനിവിടെ ഉടമ്പടി എല്ലാ മാസവും വന്ന് ആദ്യത്തെ ശനിയാഴ്ചകളിൽ ഉടമ്പടി കൂടുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനപ്രസംഗത്തിന് ഇവിടെ വരുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കൊറോണയുടെ ടൈമായപ്പോൾ എനിക്ക് വരാൻ സാധിച്ചില്ല. ഞാനങ്ങനെ ഉടമ്പടി വേണ്ടാന്ന് വെച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അമ്മ മാതാവിനോടും തിരുക്കുമ്പാരനോടും ഞാൻ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ 2019 മാർച്ച് 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനു മുമ്പ് ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. ഞാൻ അംഗൻവാടിയിൽ താൽക്കാലികമായിട്ട് 2007 മുതൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പം 10-12 വർഷത്തോളം താൽക്കാലികമായി ജോലി ചെയ്തു. സ്ഥിരമാക്കാനുള്ള യാതൊരു ഇതുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റിൽ 20 പേര് ഞങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 12ാമത്തെ റാങ്ക് ലിസ്റ്റിലെ പേരായിരുന്നു എൻ്റേത്. എന്നിട്ട് 10 പേരെ ഓൾറെഡി സ്ഥിരമാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ 8 പേരിൽ 2ാമത്തതായിരുന്നു ഞാൻ. പക്ഷേ അപ്പോഴത്തേക്കും സ്റ്റേ കൊടുത്ത് അത് വീണ്ടും നിയമനമൊക്കെ നിർത്തലാക്കി. അങ്ങനെ നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 8 പേര് കൂടി ഒത്തിരി സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് അങ്ങനെയെല്ലാം പോയി ഞങ്ങളെ സ്ഥിരമാക്കാനുള്ള എല്ലാ ഇതും ഞങ്ങൾ ചെയ്തു. പക്ഷേ യാതൊരു കാര്യം അവരെ സ്ഥിരമാക്കാനുള്ള യാതൊരു ഇതുമില്ല, സ്റ്റേയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വീണ്ടും റാങ്ക് ലിസ്റ്റ് മാറി വന്നു. റാങ്ക് ലിസ്റ്റ് മാറി വന്നപ്പോൾ എൻ്റെ 2ാമത്തെ സ്ഥാനം ഞാൻ 4ാമത്തെ സ്ഥാനത്തേക്കായി. എന്നേക്കാളും കുറവ് ജോലി ചെയ്ത ആളുകൾ 2ാം സ്ഥാനത്തേക്ക് 1ാം സ്ഥാനത്തേക്കൊക്കെ മാറി വന്നു. അങ്ങനെ ആകെ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യണമെന്നിങ്ങനെ അറിയാതെ ഞങ്ങൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഫോണിലൂടെ ഈ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചൊക്കെ അറിയുന്നത്. അങ്ങനെ ഞാൻ 2019 മാർച്ചിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് ആദ്യം ഇവിടെ വന്നത്. എൻ്റെ ഭർത്താവും പിള്ളേരെല്ലാവരും കൂടി ഞങ്ങൾ വന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു. മാർച്ചിൽ ഉടമ്പടി എടുത്തു. എല്ലാ മാസവും വരും. എല്ലാ മാസവും ശനിയാഴ്ച ഞങ്ങളിവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനപ്രസംഗം കൂടി ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ വന്നിരുന്നപ്പോഴാണ് കൊറോണയുടെ ടൈമായി. വീണ്ടും എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ 3-ാം മാസം ഉടമ്പടി എടുത്തു.
9ാം മാസമായപ്പോഴത്തേക്കും എൻ്റെ റാങ്ക് ലിസ്റ്റ് വേറെ, ഞാൻ രണ്ടാമത്തേൽ നിന്നത് അത് തന്നെ വീണ്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് വീണ്ടും വന്നു. ഞാനങ്ങനെ ഇപ്പം 5 വർഷമായി ജോലി സ്ഥിരമായി എനിക്ക് കിട്ടി. 9ാം മാസം 9 മാസം ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്ക് സ്ഥിരമായി ജോലി തന്നു. അപ്പോൾ അമ്മ മാതാവിനും തിരുക്കുമാരനോടും കൂടി ഞാൻ 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം തിരുവചനം അരുളി ചെയ്യുന്നു: അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെ പോലെ പണിതുയർത്തും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. പണിതുയർത്തലിൻ്റെയും പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും ഒക്കെ ഓരോ അനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ നാമം കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിൽ ആമോസ് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്ന തിരുവചനങ്ങൾ ഇന്ന് എൽസ മരിയ സിബിയുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ എങ്ങനെയാണ് നിറവേറിയത്. തനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് 2 വർഷമായി പഠനത്തിന് വേണ്ടിയിട്ട് താൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി തൻ്റെ എക്സാമൊക്കെ താൻ പാസ്സാകുന്നുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. എന്നാൽ UK പോകുന്നത് നോക്കുന്നു, അത് പരാജയപ്പെടുന്നു. പിന്നീട് വീണ്ടും അത് തന്നെ എങ്ങനെയാണ് തനിക്ക് UK പോകാൻ സാധിച്ചില്ല. പിന്നീട് എങ്ങനെയാണ് താൻ ജർമ്മൻ പഠിക്കാനായിട്ടുള്ള ഒരു ചിന്ത തന്നിലേക്ക് വരികയും അതോടുകൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് തൻ്റെ എക്സാമൊക്കെ താൻ പാസ്സാകുന്നതും തനിക്ക് പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായി. മറ്റുള്ളവർക്കൊക്കെ വിസയുടെ കാര്യങ്ങളൊക്കെ പല മാസങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടാത്തത് തനിക്ക് എത്ര ദിവസങ്ങൾ കൊണ്ട് തനിക്ക് പ്രോസസ്സിങ്ങും അതുപോലെ കാര്യങ്ങളൊക്കെ ക്ലിയറായി വിസ കയ്യിൽ വരുന്നു. ടിക്കറ്റുമായി മാർച്ച് 3-ന് താൻ പോവുകയാണെന്നാണ് ഈ മകൾ പറയുക. തൻ്റെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം ഉയർന്നു. തൻ്റെ പപ്പയ്ക്ക് ഒരു ലോറി വാങ്ങിക്കുവാനും അങ്ങനെ അതിൻ്റെ പെർമിറ്റ് അതൊക്കെ ഇപ്പോഴും ലഭിക്കാത്തവരുള്ളപ്പോൾ തങ്ങൾക്ക് നാഷണൽ പെർമിറ്റ് വരെ എത്ര മാസത്തിനുള്ളിൽ തൻ്റെ പപ്പയ്ക്ക് അതൊക്കെ ലഭിക്കുവാനായിട്ട് ഇടയായി. തൻ്റെ ഒരു നിയോഗമായിരുന്നു അത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കഴിവില്ല, നാം മെറിറ്റിൽ നമുക്ക് ഒന്നും ചോദിക്കാനില്ല. അപ്പോൾ നാം അടിയറവ് പറയുകയാണ്. ദൈവത്തെ ആ ഉടമസ്ഥത മൊത്തം ദൈവത്തിന് കൊടുക്കുകയാണ്. അതെന്തുമാകട്ടെ നാം ആഗ്രഹിക്കുന്ന, അതായത് ഉപ്പിട്ട് നാം പ്രാർത്ഥിക്കുന്ന വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ എന്തു തന്നെയായാലും അതെല്ലാം കർത്താവിൻ്റെ ഉടമസ്ഥതയ്ക്ക് ഫലമേൽപ്പിക്കുന്നതാണ്. അതാണ് ബൈബിളിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെ തങ്ങൾക്ക് ആ വെഞ്ചരിച്ച ഉപ്പ് വിതറി ഈശോയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ, വിശ്വാസം പ്രഘോഷിക്കുമ്പോൾ തങ്ങളുടെ വരുമാന മാർഗമായിട്ട് തങ്ങൾക്ക് ഒരു വെഹിക്കിൾ ലഭിക്കുന്നു. വീണ്ടും തനിക്ക് സ്ഥിരമാകാതിരുന്ന തൻ്റെ ജോലി എത്രയോ വർഷങ്ങളായി അതിൻ്റെ തടസ്സങ്ങളുമൊക്കെ എന്തായിരുന്നെന്ന് നാം കേട്ടു. അങ്ങനെ അമ്മയുടെ ഉടമ്പടിയിൽ മകള് 2019 ഉടമ്പടി എടുത്തതാണ്. അന്ന് തനിക്ക് കിട്ടിയ അനുഗ്രഹം, അതിലൂടെയും തനിക്ക് തൻ്റെ കുടുംബത്തെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈശോയുമായിട്ട് കൂടുതൽ തങ്ങൾ അടുക്കുവാനായിട്ട് തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിയോഗങ്ങൾ വഴി തങ്ങൾക്ക് കഴിയുന്നത്. ഇത് മാത്രമാകരുത്, അതായത് ഭൗതികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നു, അതുവഴിയുള്ള ഒരു സംതൃപ്തി, അതിനാണോ നാം ഇവിടെ വരുന്നത്? അതല്ല നമ്മുടെ ലക്ഷ്യം, നിത്യജീവനാണ്. ഈ നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നാം ചെയ്യുന്ന ഉടമ്പടിയുടെ പ്രവർത്തനങ്ങളാണ് നമ്മെ കർത്താവിൻ്റെ മുഖം കാണുവാൻ നമുക്ക് കൃപ തരുന്നത്. അതാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുവാനും നമുക്ക് വഴിയൊരുക്കുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടിക്ക് മുമ്പ് താൻ എങ്ങനെയായിരുന്നു എന്ന് എൽസ ഇവിടെ സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടിക്ക് ശേഷം തനിക്ക് വന്ന മാറ്റങ്ങൾ, അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത, അങ്ങനെ ഈശോയെ ചേർത്ത് പിടിച്ച ഈ മകളോടും കുടുംബത്തോടും ഒപ്പം ദൈവം സഞ്ചരിക്കുന്ന വഴികൾക്ക് നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് ഇവരോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം.